ഗീതമാമേ, എന്തോ ആർക്കോ കൊടുക്കാനായിട്ട് നിൽക്കുവാണല്ലോ. ആരെയാ കാത്തിരിക്കുന്നെ? ആ താക്കോലിനെയാ. അവനിങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഇപ്പൊ അവനെ കാണുന്നില്ല. താക്കോൽ ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. അവന് വരാൻ പറ്റില്ല. ഇതാണ് അവന്റെ കുഴപ്പം. ഒരാവശ്യത്തിന് വിളിച്ച സമയത്തിന് വരില്ല. ഇതിപ്പോ അവന്റെ കുറ്റമല്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ വന്നതാ. വഴിക്ക് വെച്ച് ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണു. അയ്യോ, ഏതോ പെൺകൊച്ചു ക്രോസ് ചെയ്ത് അവനെ ഇടിച്ചിട്ടതാ. അയ്യോ, കാലിനൊക്കെ ഒടിവുണ്ട്. ആശുപത്രിയിൽ നിന്നാ വിളിച്ചത്. എനിക്കും അവന്റെ സഹായം വേണമായിരുന്നു. എന്ത് ചെയ്യാം, ആക്സിഡന്റ് ആയില്ലേ. ഗീതമാമയ്ക്കിപ്പോ എന്താ വാങ്ങേണ്ടത്? അതോ പണയം വെക്കാനോ മറ്റോ ആണോ? അല്ല, മോളെന്താ എന്നോട് അങ്ങനെ ചോദിച്ചേ? ഞാൻ കണ്ടു കഴുത്തിൽ കിടന്ന മാല ഊരുന്നതും വളകൾ ചേർത്ത് പൊതിഞ്ഞെടുക്കുന്നതും ഒക്കെ. സത്യം പറയാം, കയ്യിലിരിക്കുന്നത് സ്വർണ്ണമല്ലേ? പണയം വെക്കാനാണെങ്കിൽ ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി വെക്കാം. ഉള്ള സത്യം ഞാൻ പറയാം. താലിമാലയെല്ലാം കൂടി ഒരു 5-8 പവനെങ്കിലും കാണും. അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു നെക്ലസ് വാങ്ങണം. എനിക്കിപ്പോ ഈ മാലയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ കല്യാണമായിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ അവളുടെ അമ്മയല്ലേ. അതൊക്കെ അമ്മ നോക്കിക്കോളും. ഒരു കുറവും വരത്തില്ല. മാല വിറ്റ് നെക്ലസ് വാങ്ങി കൊടുക്കണോ? വീണയുടെ അച്ഛൻ മരിച്ചിട്ടിപ്പോ എത്ര കൊല്ലമായി. കഴുത്തൊഴിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ട് നടന്നേ ഉള്ളൂ. ഭർത്താവ് മരിച്ച അന്ന് തന്നെ താലിമാല ഊരി വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട് ചില ഇല്ലങ്ങളിൽ. എനിക്കായിട്ട് അവൾക്കൊരു നെക്ലസ് കൊടുക്കണമെന്ന് തോന്നി. കുറച്ചിറക്കവും പൊലിമയൊക്കെ ഉള്ള ഒരു നെക്ലസ്. ഗീതമാമയ്ക്ക് വീണയ്ക്ക് കൊടുക്കാൻ ഒരു നെക്ലസ് വേണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. അത് അല്ല, ഈ മരുവത്തൂരുകാര് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെ മനുഷ്യരായിട്ട് പോലും കാണുന്നവരല്ലേ? പറയുമ്പോ വലിയ തറവാട്ടുകാര്, കോടീശ്വരന്മാര്. കഷ്ടം. വീട്ടിലെല്ലാവർക്കും അന്നം കൊടുക്കുന്നവര്. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആരും അറിയുന്നില്ലേ? അത്ര ദൂരമില്ലല്ലോ. ഡൈനിങ് ടേബിളിന് തൊട്ടടുത്തല്ലേ അടുക്കള. ദർശന എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ വെറൊരു അടുക്കളക്കാരിയായിട്ട് ഇവിടെ ആരാ കാണുന്നത്? അല്ല ഗീതമാമേ, ഗീതമാമയ്ക്ക് സുഖമില്ലാതായപ്പോ ഞാനും കുറെ നാള് അടുക്കളക്കാരി ആയിരുന്നില്ലേ? IAS, ഇന്ത്യൻ അടുക്കള സർവീസ്. അന്നിവിടുത്തെ തമ്പ്രാട്ടികളുടെ നാട്യങ്ങളൊക്കെ ഞാനും കുറെ കണ്ടു. ഗീതമാമ ഈ വീടിനു വേണ്ടി ഒരായുസിന്റെ നല്ല ഭാഗം മുഴുവൻ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തു. പക്ഷെ ആ ജോലിക്ക് ശമ്പളമില്ല. എന്തെങ്കിലും ചോദിച്ചു വാങ്ങാന്ന് വെച്ചാ വിളമ്പിത്തന്ന ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞൊന്ന് മറ്റുള്ളവര് പറയും. ഗീതമാമയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ മരുവത്തൂരിന്റെ സ്വത്തും അധികാരവും ഒക്കെ? സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും രാപ്പകലില്ലാതെ ശമ്പളവും ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് പോലും കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അയ്യോ, ഏട്ടത്തെ കുറ്റം പറയണ്ട. എന്റെ മോളുടെ ഈ കല്യാണം വരെ നടത്തുന്നത് ഏട്ടത്തിയല്ലേ? വേണ്ടെന്ന് പറഞ്ഞിട്ടും മെഹന്തിയും ഹൽദിയും ഒക്കെ ഏട്ടത്തിയുടെ ഏർപ്പാടല്ലേ? അതാണോ കഴുത്തിൽ കിടന്ന മാല പോലും ഊരി വിറ്റിട്ട് മോൾക്ക് നെക്ലസ് വാങ്ങി കൊടുക്കേണ്ട ഗതി വന്നത്? ഒരമ്മയുടെ ഗതികേട്. ഞാൻ ഈ വീട്ടിലുള്ളപ്പോ ഗീതമാമയുടെ കഴുത്തിൽ കിടന്ന മാല വിൽക്കേണ്ടി വരരുത്. മരുവത്തൂരിലെ ഗീതമാമയ്ക്ക് ഏതായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഗീതമാമ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം.